ഗോവയിൽ നിന്നെത്തിയ ഡർജർ കമ്പനി കൊണ്ടുവന്ന ഗുജറാത്ത് മുങ്ങൽ വിദഗ്ധരാണ് ഇന്ന് റേഡിയേറ്റർ ഭാഗം പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. കൂടാതെ റേഡിയേറ്റർ കണ്ടെത്തിയതിൻ്റെ തൊട്ട് താഴെ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇന്നലെ ഈശ്വർ മൽപെ തിരച്ചിൽ നടത്തിയ രണ്ടാമത്തെ പോയിന്റിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് ഈ മേഖലയിൽ ഈശ്വർ മൽപയെ തിരച്ചിൽ തുടരാൻ അനുവദിച്ചില്ല എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ കണ്ടെത്തൽ ഉണ്ടായത്. അദ്ദേഹത്തെ തടയുകയാണ് ചെയ്തത്. അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് ഈശ്വർ മൽപെ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ മനുഷ്യൻ ചെറിയ ത്യാഗങ്ങളൊന്നുമല്ല സഹിച്ചത്. പക്ഷേ അദ്ദേഹത്തെ പലതരത്തിലായി തടയുന്നതാണ് നമ്മളെല്ലാവരും കണ്ടുവരുന്നത്. ഇന്നും ഈശ്വർ മൽപയെ തടഞ്ഞു. മഹീന്ദ്ര കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ഡൈവേഴ്സ് സംഘമെത്തി ഇന്നലെ രണ്ടാമത്തെ പോയിന്റിൽ സ്റ്റയറിങ്ങും മറ്റും കണ്ടെടുത്ത ഭാഗത്ത് തിരച്ചിൽ നടത്തുകയാണ്. അതുകൊണ്ട് അവിടെ ഈശ്വർ മൽപെ മുങ്ങേണ്ടതില്ല, മറ്റൊരു പോയിന്റിൽ മുങ്ങാനാണ് ഈശ്വർ മൽപയോട് പറയുന്നത്. പക്ഷേ ഈശ്വർ മൽപെ പറയുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചതിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങും എന്നതാണ്. അത് വലിയ വീഴ്ചയാവും തിരച്ചിലിന് നൽകുക. ഈശ്വർ മൽപയും സംഘവും യാതൊരു പ്രതിഫലവും വാങ്ങാതെ സ്വന്തം ചെരുവിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ തടയാനും പലരും മുന്നോട്ട് വരുന്നു. ഈശ്വർ മൽപയോട് ഇങ്ങനെ ചെയ്യുന്നതിന് ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതാണ്. കാരണം അദ്ദേഹമാണ് ഇന്നലെ 2 ട്രക്കുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഡ്രഡ്ജർ മാത്രം ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കലിൽ ഒരിക്കലും അത്തരത്തിൽ കണ്ടെത്താനായിട്ടില്ലായിരുന്നു. 10 ദിവസത്തെ തിരച്ചിലിനുള്ള അനുമതിയിൽ 2 ദിവസവും അവസാനിച്ചു. 10 ദിവസം തിരച്ചിൽ നടത്തിയിട്ടും അർജുനനെ കണ്ടുകിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ 10 ദിവസത്തെ തിരച്ചിൽ കഴിഞ്ഞിട്ടും അർജുനനെ കണ്ടെത്താനായിട്ടില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാകും? വളരെയേറെ നമ്മൾ പരിശ്രമിച്ചു അർജുനനെ കണ്ടെത്താൻ വേണ്ടി. പിന്നെ കുടുംബം അത് മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടി വരും എന്നാണ് അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ ഭർത്താവ് പറഞ്ഞത്. എപ്പോഴെല്ലാം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചപ്പോഴൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ അർജുനനെ കണ്ടെത്തേണ്ടതിന് വേണ്ടി മുമ്പിൽ വലിയ വിലങ്ങുതടിയായി നിന്നു. കേരളം ഒന്നടങ്കം കരഞ്ഞ് കേണ് പറഞ്ഞിട്ടും അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ പ്രതീക്ഷയ്ക്കുള്ള യാതൊരു വകയും കണ്ടെത്താൻ ഇതുവരെ തന്നെ രക്ഷാപ്രവർത്തകർക്കായില്ല. ഇനിയുള്ള 10 ദിവസത്തിനുള്ളിൽ അർജുനനെ കണ്ടെത്താനാകുമോ? അങ്ങനെ കണ്ടെത്തിയെങ്കിൽ അത് ആ കുടുംബത്തിന് വലിയ വിഷമത്തിൽ നിന്നുള്ള കരകയറ്റമാകുമെന്നാണ് പറയാനുള്ളത്. അതല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിലുടനീളം അവർക്ക് ആ ഓർമ്മകളിൽ ജീവിതം തള്ളി നീക്കേണ്ടി വരും. ഇതെന്തൊരവസ്ഥയാ! വല്ലാത്തൊരു വിധിയാണ് അർജുനും അർജുൻ്റെ കുടുംബത്തിനും വന്നെത്തിയത്. ഈശ്വർ മൽപെ രക്ഷാപ്രവർത്തനത്തിൽ തുടരട്ടെ, അദ്ദേഹത്തെ തടയാതിരിക്കുക.